ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ. ഈസ്റ്ററിൻ്റെ സ്പെഷ്യൽ ഇവരുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്താണെന്നല്ലേ, നല്ല ഒന്നാന്തരം ബീഫ് കറി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1.5 കിലോ ബീഫ് ഞങ്ങൾ മേടിച്ചായിരുന്നേ. അപ്പോൾ അതിലേക്ക് അത് ഒരു കുക്കറിനകത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ചൂടാക്കി പൊടിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് പെരുംജീരകം, പിന്നെ കുരുമുളക് കൂടെ പൊടിച്ചതും, പിന്നെ ഗരം മസാലയും കൂടെ ചേർത്ത്, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞങ്ങോട്ടിട്ട് അതെല്ലാം കൂടെ ചതച്ചെടുത്തത് പാകത്തിന് അങ്ങോട്ട് ചേർത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ടെന്ന് വെച്ചാൽ നല്ലതുപോലെ ഈ ബീഫിനകത്തിൽ ഇളക്കി കൊടുക്കണം. ഇളക്കി ചേർത്ത് അതിന് ശേഷം കുറച്ച് കൊച്ചുള്ളി, ഞാൻ കൊച്ചുള്ളി എടുത്ത് അതിലേക്ക് ഒരു 5-6 കൊച്ചുള്ളി എടുത്ത് അരിഞ്ഞിട്ട് കൊടുക്കുക. 5-6 കൊച്ചുള്ളി അരിഞ്ഞിട്ട് അതും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇളക്കി കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്കങ്ങ് അരിഞ്ഞിട്ടാൽ മതി, കുഴപ്പമൊന്നുമില്ല. അരിഞ്ഞ് ചേർത്തിട്ട് അത് അടച്ച് വെച്ച് ഒരു 3 വിസിൽ കൊടുത്തു ഞാൻ കേട്ടോ. 3 വിസിൽ മതി. 3 വിസിൽ കൊടുത്തിട്ട് വെന്തോ ഇല്ലയോ നമുക്ക് നോക്കാം. അതിന് ശേഷം ഞാൻ അടുപ്പത്താണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഒരു ഉരുളി എടുത്ത് വെച്ചു, തീയെല്ലാം കത്തിച്ചു, ഒരു ഉരുളി വെച്ചു. പിന്നെ അത് ഉരുളി ചൂടായി വന്നപ്പോഴത്തേക്കിനും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഞാൻ ഇത്രയും വെളിച്ചെണ്ണ ഒഴിക്കത്തുള്ളൂ. നമ്മുടെ ആവശ്യം പോലെ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. കാരണം ബീഫ് ഓൾറെഡി നല്ല കൊഴുപ്പുള്ള സാധനമാണ്. പിന്നെ അതിലേക്ക് കുറച്ച് കടുക് ഇട്ടു. അത് പൊട്ടി വന്നപ്പോൾ മൊത്തം ഞാൻ കൊച്ചുള്ളിയാണ് എടുത്തത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇന്നലെ ഞാൻ കൊച്ചുള്ളിയെല്ലാം പൊളിച്ച് വെച്ചിരുന്നു. കൊച്ചുള്ളി, ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി എല്ലാം ഇന്നലെ എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. അതെല്ലാം ഞാൻ മുറിച്ചതുപോലുമില്ല, അതേപോണക്ക് അങ്ങ് ഇട്ടേത് എണ്ണയ്ക്കകത്തിലോട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത്, പിന്നെ തേങ്ങാക്കൊത്ത്, പച്ചമുളക്, ഒരു ശകലം വെളുത്തുള്ളിയും കൂടി ഇരിപ്പുണ്ടായിരുന്നു, ചതച്ച് ചേർത്തതിൻ്റെ ബാക്കി. അതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അത് നല്ലതുപോലെ തീയിട്ട് അടുപ്പത്താകുമ്പോൾ അടിക്ക് പിടിക്കാതെ സൂക്ഷിക്കണം. നല്ലതുപോലെ തീ കൊടുത്ത് നല്ല ബ്രൗൺ കളറിലായി വരുമ്പം അതിലേക്ക് 2 തക്കാളിക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2-3 ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ 2 എടുത്തിട്ടുള്ളൂ. അതും നന്നായിട്ട് വേവുന്നിടം വരെ അടുപ്പത്ത് വെക്കുക. അതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അതൊന്ന് ഇളക്കി കൊടുത്തു. എന്നിട്ട് ഞാൻ അതിന് മുന്നേ ആയിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ 2ഉം കൂടെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വേറൊരു ചീനിച്ചട്ടിക്കകത്തിൽ. അപ്പോൾ അത് 2ഉം കൂടെ ചൂടാക്കി വെച്ചത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കഷ്ണവും നമ്മുടെ ആ ഒരു ഉള്ളിയുടെ അളവും എല്ലാം കൂടെ അനുസരിച്ച് നമുക്കൊരു ഇതുണ്ടല്ലോ, അതനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്ത് അതൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പം കുക്കറിനകത്തിൽ വെന്തിരിക്കുന്ന നമ്മുടെ ബീഫിനെ അങ്ങോട്ട് തട്ടാം. ബീഫെല്ലാം കൂടെ അങ്ങോട്ട് തട്ടിക്കൊടുത്തിട്ട് അതങ്ങോട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അതെല്ലാം ബീഫ് ഈ മിക്സ് ചെയ്യാൻ എൻ്റെ ആ കുക്കറിനകത്ത് നിറച്ചും അതിങ്ങനെ പറ്റി ഇരിപ്പുണ്ട്. അതെല്ലാം കൂടെ ഞാൻ എല്ലാം എടുത്ത് അതിനകത്തോട്ടിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണേ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് തീയിൽ വെച്ച് ഒന്ന് അടച്ചൊന്ന് വെക്കണം. അടച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ കുറുകുറാന്നൊന്ന് തിളച്ച് വരണം. കുറുകുറാ തിളച്ച് വന്നതിന് ശേഷം നമ്മളതിൻ്റെ ഓൾറെഡി നമ്മൾ കഷ്ണത്തിനകത്തിൽ മസാലയും കാര്യങ്ങളും എല്ലാം ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം അതിൻ്റെ ഒരു ഉപ്പും മസാലയും ഒക്കെ ഒന്ന് കറക്റ്റാണോ എന്നൊക്കെ ഞാനൊന്ന് നോക്കുവാണേ. നല്ല അടിയിൽ എന്താ പറയുക, പുക കയറാൻ പാടില്ല. അതുകൊണ്ട് മീഡിയം ലെവല് തീ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് വേണം ഇതിങ്ങനെ ഇളക്കി കൊടുക്കാനും എല്ലാം. പിന്നെ ഞാനിതൊന്ന് കുറച്ച് നേരത്തേക്കൊന്ന് മൂടി വെക്കുവാണേ. അതിന് ശേഷം ഞാൻ ഈസ്റ്റേണിൻ്റെ കുരുമുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. അത് നല്ല അടിപൊളി കുരുമുളക് പൊടിയാണ്. നല്ല എരിവുമുണ്ട്, അതേപോലെ തന്നെ കുരുമുളകിൻ്റെ നല്ല രുചിയുമുണ്ട്. വെറുതെ ഒരു മണവും പോലെ അല്ല കേട്ടോ, നല്ല കുരുമുളക് പൊടിയാണ് ഈസ്റ്റേണിൻ്റെ. അതും ചേർത്ത് കൊടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് ഞാനതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് ശേഷം തീയെല്ലാം ഇട്ടതിന് ശേഷം അതിന് ഒന്നുകൂടെ ഒന്ന്
ഒന്ന് കുറുകാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചു. അതൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. കണ്ട ഇതേപോണക്ക് നല്ല കുറുകി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കരിവേപ്പില നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഇട്ട് അതെല്ലാം കൂടെ ചേർത്ത് ഞാനിങ്ങനെ ഏറ്റവും ലാസ്റ്റാണ് കരിവേപ്പില ഇടുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് കരിവേപ്പില ഇങ്ങനെ എണ്ണ ചൂടായി വരുമ്പോൾ കരിവേപ്പില ഇട്ട് കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ കരിവേപ്പില എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് അതങ്ങോട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് തീ കൊള്ളിച്ച് കഴിയുമ്പോൾ ഇതുപോലൊന്ന് അടിപൊളിയായിട്ടുള്ള ബീഫ് കറി നമുക്ക് റെഡിയായി കിട്ടും. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ഈസ്റ്ററാണ്. എല്ലാവർക്കും ഹാപ്പി